ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSE ബെറ്റു ഫോക്കസ്. ഇന്ന് ടൈം ലിമിറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ചെയ്യണത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കാണുക. നമ്മുടെ ലോ സബ്ജക്റ്റിൽ വരണ എല്ലാ ടൈം ലിമിറ്റുകളും ഈ രണ്ട് പാർട്ടിലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കണേക്കാട്ട് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വാലിഡ് ഇഫ് ദ മെമ്പർ ഹാസ് ഹെൽഡ് സച്ച് ഷെയർസ് ഫോർ നോട്ട് ലെസ് ദാൻ 3 years. അതായത് മെമ്പർ അവരുടെ ഷെയർ മിനിമം 3 വർഷമെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ അവർക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ഡ്രോവൽ ഓഫ് ഷെയർസ് ബൈ എ മെമ്പർ ഈസ് വാലിഡ് ഇഫ് ദ മെമ്പർ ഹാസ് ഹെൽഡ് സച്ച് ഷെയർസ് ഫോർ നോട്ട് ലെസ് ദാൻ 3 years. അതായത് ഈ ഷെയർ വിഡ്രോ ചെയ്യുമ്പോൾ മെമ്പർ ആ ഷെയർ 3 വർഷമെങ്കിലും, കുറഞ്ഞത് 3 വർഷമെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവണം. ട്രാൻസ്ഫറും വിഡ്രോവലും 2-3 വർഷം തന്നെയാണ് പറയുന്നത്. ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ ഓർ ഓഫ് ദ എസ്റ്റേറ്റ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി സീസ്ഡ് ടു ബി എ മെമ്പർ ഓർ ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത്. പാസ്റ്റ് മെമ്പറിൻ്റെ അല്ലെങ്കിൽ എസ്റ്റേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മെമ്പർ, അവരുടെ ലയബിലിറ്റി 2 വർഷം സൊസൈറ്റിയിൽ നിൽക്കും. ഡിഡക്ഷൻ ഫ്രം സാലറി ഫോർ റിക്കവറി ഓഫ് എമൗണ്ട് ടുവേർഡ്സ് ലോൺ ടേക്കൺ ബൈ എംപ്ലോയീസ് ഷുഡ് ബി ഇൻഫോംഡ് ബൈ ദ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ അറ്റ്ലീസ്റ്റ് 30 days in advance. Deduction from salary for recovery of amount towards loan taken by employees should be informed by the disbursing officer at least 30 days in advance. ഇപ്പോൾ സാലറി സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് ലോൺ എടുത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ സാലറിയിൽ നിന്ന് ആയിരിക്കും അത് പിടിക്കുക. അപ്പോൾ അത് എംപ്ലോയീനെ 30 ദിവസം മുന്നേ അറിയിച്ചിരിക്കണം. The deducted amount shall pay to the society within 7 days from the date of deduction. Declaration for creating a Gahan is to be submitted to sub-registrar for registration within 30 days from date of creation. Declaration for creating a Gahan is to be submitted to sub-registrar for registration within 30 days from the date of creation. Disposal of non-banking asset within 7 years from the date of acquisition. Cooperative Education Fund, Cooperative Member Relief Fund shall be remitted within 2 months from the date of receiving the audit certificate. എഡ്യൂക്കേഷൻ ഫണ്ടോ അതേ മെമ്പർ റിലീഫ് ഫണ്ടോ അത് 2 മാസത്തിനുള്ളിലാണ് റെമിറ്റ് ചെയ്യേണ്ടത്. Auditor shall be completed within 6 months from the close of financial year. Audit shall be completed within 6 months from the close of financial year. Chief Executive shall submit the financial statements to the Managing Committee for the purpose of audit within 1 month from the close of financial year. ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാനേജിങ് കമ്മിറ്റിക്ക് കൊടുക്കേണ്ടത് 1 മാസത്തിനുള്ളിൽ, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യാനായിട്ട് 1 മാസത്തിന് മുമ്പ്. Committee after verification and approval shall submit the statements to the auditor within 1 month from the date of receipt.
committee after verification and approval shall submit the statements to the auditor within 1 month from the date of receipt. Director of Cooperative Audit shall publish the panel of auditors within DCA shall publish the panel of auditors within 60 days from the close of year. Auditor shall complete the audit within 4 months from the date of receipt of account statements from the society. Auditor should submit the report within 30 days from the completion of audit. Audit report 30 ദിവസത്തിനുള്ളിൽ വെക്കണം. DCA shall issue the audit certificate within 3 months from the date of receipt of audit report. DCA shall issue the audit certificate within 3 months from the date of receipt of audit report. Section 64(7) പ്രകാരം audit fee or cost shall be paid within 30 days from the date of intimation. Rule 65(1) പ്രകാരം audit fee shall be paid within 1 month from the receipt of audit certificate. Audit defects rectification report shall be submitted within 2 months from the date of receipt of audit certificate. Enquiry under section 65 shall be completed within 6 months, which may be extended up to 1 year. The enquiry or investigation of vigilance officer shall be completed within 3 months, which may be extended up to further period of 3 months. Every society shall file annual returns to registrar within 6 months from the close of financial year. Cooperative Arbitration Court shall pass an award within 1 year from the date of receipt of reference. Arbitration file shall be retained for limitation period of award 12 years from the date of award. Arbitration file shall be retained for limitation period of award 12 years from date of award. Election disputes shall be filed before the arbitration court within 1 month from date of election. No order under enforcement of charge shall be valid if 30 days notice is given to the party for remitting the amount. Sahi proclamation regarding the sale of immovable property shall be published at least 30 days before the date fixed for sale. Liquidator shall complete the winding up within a period of 3 years. Book and records of liquidation shall be retained by the liquidator for 3 years from date of winding up. Claims against the claim petition of liquidator of a society shall be submitted within 2 months from the publication of notice. Appeals to tribunal under section 82 shall be filed within 60 days from the date of award. Tribunal shall pass order within 6 months from the date of filing. Tribunal shall direct to communicate the copies of order within 15 days from the date of order. Appeal to other authorities shall be filed within 60 days from the date of order. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതി വെച്ച് പഠിക്കുക. എല്ലാ ടൈം ലിമിറ്റുകളും
കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.